ജയിൽ സുരക്ഷയ്ക്കായി ഇനി ഡ്രോണും. വിയൂർ ജയിലിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ട്രയൽ റൺ പരിശോധിച്ച് വിലയിരുത്തി. സംവിധാനം രാജ്യത്ത് ആദ്യമായാണ് നടപ്പിലാക്കുന്നത്. കേരള ജയിൽ വകുപ്പിൽ ആധുനിക സാങ്കേതികവിദ്യ പ്രയോജനപ്പെടുത്തി ജയിൽ സുരക്ഷ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള നടപടികളുടെ ഭാഗമായാണ് ഡ്രോൺ സർവൈലൻസ് സംവിധാനം പരീക്ഷിച്ച് നടപ്പിലാക്കുന്നത് എന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. കേരളത്തിലെ SPC സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ്സിന് ഇവരുടെ പരിശീലനം നൽകുക. ഇത് ജയിലിന് വളരെ പ്രയോജനം ചെയ്യുന്ന ഒന്നാണ്. കാരണം ഈ ഡ്രോൺ വളർത്തി കഴിഞ്ഞാൽ വനത്തിൽ ഒളിച്ചിരിക്കുന്ന ഭൂമിക്കടിയിൽ കുഴിച്ചിരിക്കുന്ന വസ്തുവകൾ കണ്ടെത്താൻ കഴിയും. അതുപോലെ തന്നെ മൂവ്മെന്റ് എല്ലാ മൂവ്മെന്റുകളിലും ശ്രദ്ധിക്കാൻ കഴിയും. ജയിലിനകത്തും അതിന്റെ പുറത്തുള്ള മൂവ്മെന്റുകൾ, അതിനകത്തുള്ള മൂവ്മെന്റ് എല്ലാം കണ്ടെത്താൻ പറ്റും. അതുപോലെ വളരെ ക്രൗഡഡായിട്ടുള്ള സ്ഥലങ്ങളിൽ ഈ ഡ്രോൺ ഉപയോഗിച്ചാൽ എത്ര പേര് ക്രൗഡുണ്ട് എങ്ങനെ മാനേജ് ചെയ്യണം, ട്രാഫിക് മാനേജ്മെന്റ്, ക്രൗഡ് മാനേജ്മെന്റ്, പിന്നെ ഡിസാസ്റ്റർ ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ മണ്ണിനടിയിൽ പോയി ആളുകളുണ്ടെങ്കിൽ അവരെ കണ്ടെത്താനും വളരെ ഫലപ്രദമായി തന്നെ ഇത് ഉപയോഗിക്കാൻ കഴിയും. അത് ഞങ്ങൾ കുട്ടികൾക്ക് ഈ പരിശീലനം കൊടുക്കുന്നുണ്ട്. ജയിൽ ഗ്രൂപ്പിൽ ആദ്യത്തെ ജയിലാണ് വിയൂർ സെൻട്രൽ ജയിലിൽ ഞങ്ങൾ ഈ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള പരീക്ഷണ പരിപാടികൾ ആരംഭിക്കാൻ തീരുമാനിക്കുകയാണ്. അതിനുള്ള ഉത്തരവുകൾ തന്നെ നൽകും. അപ്പോൾ ആദ്യത്തെ ജയിൽ ഏറ്റവും ആധുനിക സൗകര്യങ്ങളോടുകൂടി ഇവിടുത്തെ ഈ ഡിറ്റക്ഷനും പരിശീലനവും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി വിയൂർ ജയിലിനെ നമ്മൾ തിരഞ്ഞെടുക്കുക. ഡ്രോൺ സാങ്കേതികവിദ്യയുടെ പ്രവർത്തനരീതി, സുരക്ഷാ സാധ്യതകൾ, അടിയന്തര സാഹചര്യങ്ങളിലെ പ്രയോജനം എന്നിവയുടെ വിശദാംശങ്ങൾ ജയിൽ DGP S. ശ്രീജിത്ത് പങ്കുവച്ചു. 139 ഏക്കർ വിസ്തൃതിയുള്ള വിയൂർ ജയിൽ കോംപ്ലക്സിൽ സെൻട്രൽ ജയിൽ, ഹൈ സെക്യൂരിറ്റി പ്രിസൺ, വനിതാ ജയിൽ, ജില്ലാ ജയിൽ, സബ് ജയിൽ എന്നിവ പ്രവർത്തിക്കുന്നുണ്ട്. 1800 മുതൽ 2000 വരെ തടവുകാരെ പാർപ്പിക്കുന്ന ഈ കോംപ്ലക്സിന്റെ ചില ഭാഗങ്ങളിൽ ചുറ്റുമതിലുകളുടെ അഭാവം, മരങ്ങൾ നിറഞ്ഞ ഭൂപ്രകൃതി, ജീവനക്കാരുടെ പരിമിതമായ എണ്ണം എന്നിവ സുരക്ഷാ നിരീക്ഷണത്തിന് വെല്ലുവിളികൾ സൃഷ്ടിക്കുന്ന സാഹചര്യത്തിലാണ് ഡ്രോൺ സംവിധാനത്തിന് സാധ്യതകൾ പരിശോധിച്ചത്. ജയിൽ ചാട്ട ശ്രമങ്ങൾ, ജയിലിലേക്ക് നിരോധിത വസ്തുക്കൾ കടത്താനുള്ള ശ്രമങ്ങൾ, മതിലുകൾക്കും മരങ്ങൾക്കും മുകളിലൂടെ നടക്കുന്ന നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ എന്നിവ അതിവേഗം കണ്ടെത്താൻ ഈ സംവിധാനത്തിന് കഴിയുമെന്നും ജയിൽ അധികൃതർ അറിയിച്ചു. വിയൂർ സെൻട്രൽ ജയിലിലെ പരീക്ഷണത്തിന് ശേഷം സംവിധാനം കേരളത്തിലെ മറ്റു ജയിലുകളിലേക്കും വ്യാപിപ്പിക്കും. രാജ്യത്ത് തന്നെ ആദ്യമായാണ് ഇത്തരമൊരു സംവിധാനമെന്നും മന്ത്രി പറഞ്ഞു. ജയിൽ DGP S. ശ്രീജിത്ത്, മധ്യമേഖലാ ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ S. സജീവ്, മുതിർന്ന ജയിൽ ഉദ്യോഗസ്ഥർ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.